ഹായ് ഗൈസ്. ഓരോ ഗതികേടുകളാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കുലസ്ത്രീ ആൻഡ് കുലട? നിങ്ങളോട് ഒരു സ്ത്രീയെ നന്നായിട്ട് ഇടപഴകുന്നെങ്കിൽ, ചിരിക്കുന്നുണ്ടെങ്കിൽ, ഹായിടാ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ കുലടയാണെന്നല്ല അർത്ഥം, അവർ കുലസ്ത്രീയാണെന്ന അർത്ഥം. അവർ എല്ലാവരോടും അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് പ്രണയമൊന്നും അർത്ഥമില്ല. പ്രണയം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് സ്റ്റേജിൽ നമുക്ക് 70s കാര്യമാണ്. ഇപ്പോഴത്തെ പ്രണയം ലൈക്ക് കയ്യിലൊരു കെട്ട്, പൊങ്ങിയ ഒരു ബൈക്ക്, ബാക്കി കുറേ എന്തോന്ന് മറ്റു സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ദേ വിൽ ഗോ, പിന്നെ ഒരു കുറ്റിക്കാട്ട് തിരിച്ചു കാണാം. ദാറ്റ് ഈസ് പ്രണയം. പണ്ടത്തെ പ്രണയങ്ങൾ അങ്ങനെയല്ല. പണ്ടത്തെ പ്രണയിക്കുന്നവർക്ക് ഇപ്പോഴും 70s ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഒരാളോട് പ്രണയം തോന്നി അവരുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്നുണ്ട്. ഹായ് ബ്രോ, നിങ്ങൾ നല്ല ഡ്രസ്സാണ് ഇപ്പം, നിങ്ങൾ അതിൻ്റെ അർത്ഥം പ്രണയം എന്നല്ല. എനിക്ക് ഒരുപാട് മെയിൽ ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ്, നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന. ചിലരോട് എനിക്ക് സംസാരിക്കാൻ വരും. അപ്പം നമുക്ക് മനസ്സിലാവും, അവരോട് നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ട്. അപ്പം അവരോട് തിരക്ക്, ഭാര്യയുണ്ടോ കാമുകിയുണ്ടോ. ഭാര്യയും കാമുകിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുത്തുക. കാമുകിമാരായിരിക്കും കൂടുതൽ ഡേഞ്ചറസ്, ഓടി രക്ഷപ്പെടുത്തുക. പിന്നെ പിന്നെ നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് മിണ്ടുന്നത് വൈഫിന് കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം. പിന്നെ ഇതൊരു ഓഫീസ് സിറ്റുവേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, കുലസ്ത്രീ ആണെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്നു, അവരുടെ ഡിഗ്രി വെച്ച് അവർക്ക് പ്രൊമോഷൻസ് കിട്ടുന്നു, അവർ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല, അത് കുലസ്ത്രീ. ഇനി കുലടയാണെങ്കിൽ, ഹായ്ഡാ എന്താടാ അവൻ്റെ വയറ്റിലിട്ട് കുത്തി, അവൻ്റെ ചള്ളക്കിട്ട് കുത്തി, അവൻ്റെ തോളത്ത് താങ്ങി, അവൻ്റെ കീഴെ പോയി കിടന്നുറങ്ങി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ പ്രൊവോക്ക് ചെയ്ത്, എന്തിനാ അവരെ പ്രൊവോക്ക് ചെയ്ത് അവരിൽ നമ്മളൊരു ഇൻറ്റിമസി സൃഷ്ടിച്ച ഒരു പ്രൊമോഷൻ, ഇത് കുലട. അപ്പൊ ഈ കുലസ്ത്രീയാണോ കുലടയാണോ പുരുഷന്മാർക്ക് ഇഷ്ടം? ലെറ്റ്സ് ഡിസ്കസ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മെയിൽ പേഴ്സൺസിനെ കാണുമ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് ഒരു ബഹുമാനത്തോടെ, ചിലരോട് നമുക്ക് ഒരു ഒരു റൊമാൻസ് വരുന്നു തോന്നി നമ്മളവിടെ നിന്ന് അകന്ന് നിൽക്കും. കാരണം അവരോട് നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ്, ഒരു സ്ത്രീ എല്ലാവരോടും ഒരുപോലെ സംസാരിക്കുന്നു, ഹായ് ചിരിച്ച് സംസാരിക്കുന്നെങ്കിൽ അത് കുലടയല്ല, അത് കുലസ്ത്രീയാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ അതൊരു പ്രശ്നമാവാം. നമ്മുടെ ശ്വേതാ മേനോനെ കണ്ടിട്ടില്ലേ? അവർ വരുമ്പോൾ തന്നെ ഒരു ഫ്രാഗ്രൻസാണ്. അവർ എല്ലാവരുടെയും മുമ്പ് വെച്ചാണ് ഹഗ് ചെയ്യുന്നത്. ആൻഡ് ഷീസ് എ കുലസ്ത്രീയാണ്. അവർ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത്, അത് കുലസ്ത്രീ. നമ്മൾ ഒരാളെ വിളിച്ചൊരു അലമാരയുടെ മുകളിലോ ഒരു മറയ്ക്ക് മീളിൽ കൊണ്ടുവന്ന് ഹഗ് ചെയ്യുമ്പോഴാണ് അത് കുലടയായി മാറുന്നത്, അല്ലേ? അപ്പം ആ കുലസ്ത്രീകളെയും കുലടകളെയും തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാകണം. മര്യാദയ്ക്ക് നടക്കുന്ന, നിങ്ങളോട് നന്നായി സംസാരിക്കുന്നവരൊന്നും കുലടകളല്ല, അവരാണ് കുലസ്ത്രീകൾ. ഓക്കെ, ബൈ.